അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്നെന്ന് പറയുന്നത് EIT സർട്ടിഫിക്കറ്റ്. ഇതാണ് അവരെനിക്ക് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് തന്നു. അതിനോടൊപ്പം ഒരു സീലും കൂടെ നമുക്ക് കിട്ടും. ഇത് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാനഡയിൽ നമുക്ക് എങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ലൈസൻസ് എടുക്കാം, എങ്ങനെ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്താലാണ് നമുക്ക് ഇവിടെ എഞ്ചിനീയറിംഗ് ലൈസൻസ് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് പ്രൊവിൻസിലാണോ താമസിക്കുന്നത് അവിടുത്തെ ലൈസൻസ് ഇഷ്യൂയിങ് ബോർഡ് ഏതാണെന്ന് കണ്ടെത്തണം. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് സസ്കാച്ചുവാൻ പ്രൊവിൻസിലാണ്. സോ ഇവിടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പെക്സ് എന്ന് പറയും, APEGS. ഇതാണ് ഇവിടുത്തെ ലൈസൻസ് ഇഷ്യൂയിങ് ബോർഡ്. അതായത് ദ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ജിയോ സയന്റിസ്റ്റ് ഓഫ് സസ്കാച്ചുവാൻ എന്ന് പറയും. ഇവരാണ് നമുക്ക് ഇവിടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെ ഓരോ പ്രൊവിൻസിലും ഓരോ ലൈസൻസ് ഇഷ്യൂയിങ് ബോർഡ് കാണും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടും. ഇനി ഈ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് നമ്മൾ ഇവരുടെ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈല് എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിനകത്തില് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പലതരം സർവീസുകളുണ്ട്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ലൈസൻസിങ്. നമുക്ക് ലൈസൻസ് ആണ് വേണ്ടത്. സോ അതിൽ നമ്മൾ ലൈസൻസിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്നെന്ന് പറയുന്നത് EITയും രണ്ടാമത്തേത് PNG എന്നും. ഈ EIT എന്ന് പറയുന്നത് എഞ്ചിനീയർ ഇൻ ട്രെയിനിങ് എന്നുള്ള ഒരു ലൈസൻസ് ആണ്. രണ്ടാമത്തേത് പ്രൊഫഷണൽ എഞ്ചിനീയറും. സോ നമുക്ക് കാനഡയിൽ എഞ്ചിനീയറിംഗിൽ ഒരു വർക്ക് എക്സ്പീരിയൻസും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ലൈസൻസ് ആണ് ഈ EIT എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് അതാണ്. ഈ EIT കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 വർഷം ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ആദ്യം EITയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനകത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്താലാണ് നമുക്ക് എഞ്ചിനീയർ ഇൻ ട്രെയിനിങ് അല്ലെങ്കിൽ EIT സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന്. EITക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പം അവിടെ നിങ്ങൾക്കൊരു എലിജിബിലിറ്റി റിക്വയർമെന്റ് കാണാം. അതിനകത്ത് അവർ ചോദിക്കുന്നത് നിങ്ങൾ 4 ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ആണോ പഠിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സോ അത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ ആണ്. ഈ ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ നിങ്ങൾ നേരത്തെ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരിക്കും കാനഡയിലേക്ക് വരുന്ന സമയത്ത്. അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ ഇവാലുവേഷൻ പ്രോസസ് ആയിരുന്നു. നിങ്ങളുടെ CRS പോയിന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്ത ഒരു സ്റ്റെപ്പ് ആയിരുന്നു അത്. പക്ഷെ ഇവിടെ നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ്. അതായത് കോഴ്സ് ബൈ കോഴ്സ് അല്ലെങ്കിൽ അക്കാഡമിക് ഇവാലുവേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ബസ് വഴി തന്നെയാണ് ചെയ്യുന്നത്. സോ അവരുടെ സൈറ്റിൽ പോവുക. നമ്മുടെ എല്ലാ സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റും ട്രാൻസ്ക്രിപ്റ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ബേസിക്കലി ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് നമ്മൾ എഞ്ചിനീയറിംഗിന് പഠിച്ച എല്ലാ സബ്ജക്ട്സും കാനഡയിലെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോന്നും, നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടിയ മാർക്സ് എല്ലാം കാനഡയിലെ ഇക്വലന്റ് ആയിട്ടുള്ള ഗ്രേഡ്സ് ആക്കിയും കൺവേർട്ട് ചെയ്താണ് വെസ് നമുക്ക് റിപ്പോർട്ട് തരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു 5 to 6 പേജസ് വരുന്ന ഒരു വലിയ റിപ്പോർട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് വേണ്ടതെന്ന്. സോ നമ്മൾ അവിടെ എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കോഴ്സ് ബൈ കോഴ്സ് ഇവാലുവേഷൻ ആണെന്ന്. പിന്നീട് അവർ നമ്മളോട് ചോദിക്കും ഇതിന്റെ കോപ്പി നമുക്ക് മാത്രം മതിയോ അതോ നമ്മുടെ ലൈസൻസിങ് ബോർഡിനും കൂടെ മെയിൽ ചെയ്ത് കൊടുക്കണോന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ യെസ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ദിവസം എടുക്കും ഇതിന്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് കിട്ടും ബസ്സിൽ നിന്നും. ഒരെണ്ണം നമുക്കും കിട്ടും, ഒരെണ്ണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ആ ലൈസൻസിങ് ബോർഡിന് ഡയറക്റ്റ് ആയിട്ട് മെയിൽ ചെയ്ത് കൊടുക്കും. സോ വൺസ് നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ലൈസൻസിങ് ബോർഡ് ഉണ്ടല്ലോ നമ്മുടെ പ്രൊവിൻസിലെ, നമ്മുടെ ആ ലോഗിൻ ID വെച്ചിട്ട് കയറി നോക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തില് കാണിക്കും നിങ്ങളുടെ ബസ്സിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അതിനകത്തില് കാണിക്കും. സോ അത്രയും ആയിക്കഴിഞ്ഞാല് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇവാലുവേഷൻ അസസ്മെന്റ് ഫോം ആണ്. ഇതാണ് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഈ EIT സർട്ടിഫിക്കറ്റ് കിട്ടണോ വേണ്ടയോ എന്നുള്ളത്. സോ ഇത് നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യണം.
ഈ സെൽഫ് ഇവാലുവേഷൻ അസസ്മെന്റ് ഫോമിനകത്തിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഫിൽ ഔട്ട് ചെയ്യേണ്ടതെന്ന്. സോ ബേസിക്കലി നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് കാനഡയിലെ എഞ്ചിനീയറിംഗിന്റെ സിലബസ് എല്ലാം തന്നെ നമ്മൾ നാട്ടിലും പഠിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇവരുടെ അസസ്മെന്റ് ഫോമിനകത്തില് എന്താണ് കുറെ കമ്പൽസറി സബ്ജക്ട്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇലക്ടീവ്സും കാണും. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത് ഇവർ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്ന സബ്ജക്ട്സിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ നാട്ടിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഇവരെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കാൻ പോവാണ്. സോ ഓരോ ടോപ്പിക്കും എപ്പോഴാണ് പഠിച്ചത്, ഏത് സെമസ്റ്ററിലാണ് പഠിച്ചത്, ആ സബ്ജക്റ്റിന്റെ നെയിം, കോഡ്, നമുക്ക് കിട്ടിയ ഗ്രേഡ്, പിന്നെ അതുപോലെ തന്നെ ഈ ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിനകത്തിൽ എവിടാണ് നിങ്ങൾ പഠിച്ചതെന്ന്. അപ്പൊ നമ്മൾ സിലബസിന്റെ പേജ് നമ്പർ എത്രയാണ് അതും കൂടി ഇതിന് നേരെ എഴുതണം. അങ്ങനെ ഓരോ ടോപ്പിക്കും നിങ്ങൾ ഏത് സെമ്മിലാണ് പഠിച്ചത്, സബ്ജക്റ്റിന്റെ നെയിം, കോഡ്, നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ്, പിന്നെ സിലബസിനകത്തിൽ ആ ടോപ്പിക് എവിടാണ്, ഏത് പേജിലാണ് അതും കൂടെ കൊടുക്കണം. ഇതെല്ലാം ഓരോ കളർ വെച്ച് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും അവർ ആ അസസ്മെന്റ് ഫോമിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ ഇത്രയേ ഉള്ളൂ. ഇത് കെയർഫുൾ ആയിട്ട് ഓരോ ടോപ്പിക്കും കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ഏത് സെമസ്റ്ററിലാണ് പഠിച്ചത് അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തിൽ ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് വർക്ക് എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു റെസ്യൂമെയാണ് വേണ്ടത്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ കനേഡിയൻ സ്റ്റൈലിൽ ഒരു റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗവൺമെന്റ് ഇഷ്യൂഡ് ഫോട്ടോ ഐഡിയും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങളുടെ PR കാർഡോ ലൈസൻസോ ഏതാന്ന് വെച്ചാൽ അതും കൊടുക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് പേയ്മെന്റ്. അപ്പൊ ഈ എന്താണ് ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ പ്രൊവിൻസിനും ഓരോ ഫീ ഉണ്ട്, അതും കൂടെ പേ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവര് നമ്മുടെ അസസ്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ഇത് കുറച്ച് ടൈം എടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ വഴിയും മെയിൽ വഴിയും ഇതിന്റെ റിപ്പോർട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് തോന്നുക നിങ്ങൾ എല്ലാ നിങ്ങൾ നാട്ടിലെ സബ്ജക്ട്സ് ഫുൾ ഇവിടെ കാനഡയിലെ എഞ്ചിനീയറിംഗുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് EIT തരും. അല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ അവർ നിങ്ങളോട് പറയും എന്തൊക്കെയോ ടോപ്പിക്സ് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, സോ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സാം എഴുതണമെന്ന് പറയും. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് അവർ ഡയറക്റ്റ് EIT തരുവാണ്. അതെ, എന്റെ സർട്ടിഫിക്കറ്റ് ഇതാണ്. അവരെനിക്ക് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് തന്നു. അതിനോടൊപ്പം ഒരു സീലും കൂടെ നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജൂനിയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഏതെങ്കിലും പ്രൊഫഷണൽ എഞ്ചിനീയറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് പ്രൊഫഷണൽ എഞ്ചിനീയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അന്നേരം വരുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. നമ്മൾ അന്നേരവും ഈ അപ്പെക്സിലേക്ക് ലോഗിൻ ചെയ്ത് കൊടുക്കുക. അന്ന് നമ്മൾ EIT ആണ് ഓപ്റ്റ് ചെയ്തത്. ഇന്ന് നമുക്ക് വേണ്ടത് എന്താണ്, പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ആണ്. സോ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അവിടെ ഒരു എക്സാം എഴുതണം. അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ എഞ്ചിനീയർ ആയിട്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ EIT കിട്ടാത്തവർക്ക് ഒരു കോഴ്സ് എടുക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ അവര് എപ്പെക്സിന്റെ അവര് തന്നെ പറയും ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് പറയും. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എക്സാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എപ്പെക്സിന്റെ എക്സാം എഴുതാം, അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് FE എക്സാം ഉണ്ട്, ഒന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് അതിന്റെ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ കോഴ്സ് എടുത്ത അതിന്റെ കംപ്ലീഷൻ ഫോം അതെല്ലാം കൂടെ വീണ്ടും എപ്പെക്സിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ EIT തന്നെ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഒരു സർട്ടിഫിക്കറ്റ് സീലും ഒക്കെ കിട്ടും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.